ഹലോ ഓൾ, വെൽക്കം ടു പൾപിറ്റ്. എല്ലാവർക്കും പൾപിറ്റിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന കോഴ്സിനെ പറ്റി നിങ്ങൾ അറിയാൻ ആഗ്രഹിച്ച ഒത്തിരി കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഏറ്റവും പുതിയ ബാച്ച്, അത് നമ്മളൊരു ക്രാഷ് ബാച്ച് ആയിട്ടാണ് ഇത്ര നാളും നമ്മൾ ലോങ് ടേം ബാച്ചസ് ആണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു 180 days 6 മാസത്തെ ഒരു ക്രാഷ് ബാച്ച് ആണ്. പക്ഷെ സാറെ 6 മാസം കൊണ്ട് തീരത്തില്ല. അത് കഴിഞ്ഞ് ലൈഫ് സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ അവരുടെ കൂടെ ഫോളോ അപ്പ് ചെയ്യുന്ന ബാച്ചാണ്. കുറച്ചുകൂടി അഫോർഡബിൾ ഫീസിലേക്ക് വരുന്ന ബാച്ചാണ്. അപ്പൊ ബാച്ചിന്റെ ഡീറ്റെയിൽസിന് മുൻപ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ജോലിയെ പറ്റിയാണ്. ഏറ്റവും ഹൈ പ്രൊഫൈൽ ജോലിയാണ്. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡിഗ്രികൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നേടാവുന്ന ഏറ്റവും വലിയ പോസ്റ്റ് അല്ലേ? ഉറപ്പായിട്ടും. ഇപ്പൊ അറിയാലോ, ഇപ്പൊ അസിസ്റ്റന്റ് ഈ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പഠിച്ചു തുടങ്ങിയ എല്ലാ വിദ്യാർത്ഥികളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് അവർ നെറ്റൊക്കെ പഠിക്കുമ്പോഴും ഈ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് ഈ ജോലിയിലാണ്. കാരണം അറിയാലോ, അത് വൺസ് അത് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പക്ഷെ അതിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഒരു വലിയൊരു എന്താ പറയാ, ഇത്തിരി സമയമെടുത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വേണം അതിലേക്ക് എത്തിച്ചേരാനായിട്ട്. ഇപ്പോ മെയിൻലി പല കുട്ടികളും എന്തുകൊണ്ട് ഇത്തരം പരീക്ഷകളിൽ പരാജയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അവർക്ക് നോളജ് ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് സ്ട്രാറ്റജി പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? കാരണം എല്ലാവരും ഒരു നെറ്റ് ലെവൽ പ്രിപ്പറേഷൻ, നെറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു അതുപോലെയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ പോലെയുള്ള PSC എക്സാമിനും അവർ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നെറ്റും ഈ കേരള PSC എക്സാമും തമ്മിലുള്ള ഡിഫറൻസ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വീക്ക്. അതൊന്ന് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ അതിന്റെ താഴെ തന്നെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, നോട്ടിഫിക്കേഷൻ ഉടനെ വരുമോ, ഈ വർഷം തന്നെ എക്സാം ഉണ്ടാവുമോ, എന്താണ് മാഡം? നമ്മൾ യഥാർത്ഥത്തിൽ 2026 എൻഡിലൊക്കെയാണ് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ ജനുവരിയിൽ നമ്മുടെ ലിസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. ആ ലിസ്റ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഇനി അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല ടെക്നിക്കലി. അത് മാത്രമല്ല, വന്ന ഒരു 10 വേക്കൻസി കൂടി ആ ഒരു ലിസ്റ്റിൽ തന്നെ എടുത്ത് ഇപ്പൊ നമ്മൾ കണ്ടു കുറെ നമുക്ക് അറിയാവുന്ന ആൾക്കാർ ജോലിയിലേക്ക് കയറി. അപ്പൊ ഇനി നമുക്കൊരു ലിസ്റ്റിന്റെ ആവശ്യമുണ്ട്. PSCയുടെ ഒരു സ്വഭാവം അനുസരിച്ച് ലിസ്റ്റ് എക്സ്പയർ ആവുന്നതിന് മുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ വരണം. അപ്പം ഇലക്ഷന് മുൻപോ പിൻപോ സൂൺ നമ്മള് നോട്ടിഫിക്കേഷൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഡ്രീം ജോലിയാണ്, ഫാസിനേഷൻ ആണ്. നമ്മളൊക്കെ ക്ലാസ് മുറിയിലിരുന്ന് അധ്യാപകരുടെ ചന്തവും അവരെ പഠിപ്പിക്കുന്ന രീതിയും ഈവൻ ടീച്ചേഴ്സിന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് വരെ നോക്കിയ ആൾക്കാരാണ് നമ്മളെല്ലാം. ശരിക്കും നിങ്ങൾ എത്തിപ്പെടേണ്ട ഒരു ജോലിയാണ്. 50 വയസ്സ് വരെ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാം. പിന്നെ ഒത്തിരി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. പണ്ടായിരുന്നെങ്കിൽ ഒരുപാട് പേര് ചോദിച്ചു സിലബസ് മാറുമെന്ന്. സിലബസ് മാറാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ജനറൽ പേപ്പറിന്റെ അഡീഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ജനറൽ പേപ്പർ വന്നാൽ നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങളിങ്ങ് വന്നാൽ മതി. ബിക്കോസ് HSSTക്ക് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് ജനറൽ പേപ്പറിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ. ജനറൽ പേപ്പർ വന്നാൽ പോലും കോമ്പാക്റ്റബിൾ ആയിട്ട് നമുക്കത് അടിപൊളിയായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. എല്ലാ കുട്ടികളും എൻക്വയറി ചെയ്യുന്നുണ്ടായിരുന്നു, ഈ വർഷം തന്നെ എക്സാം ഉണ്ടായിരിക്കുമോ, പ്രിപ്പയർ ചെയ്യാനൊക്കെ ഉള്ള സമയം ഉണ്ടാകുമോ? നമുക്ക് സാറേ സിലബസ് വെച്ച് നോക്കിയാൽ വലിയ സിലബസ് ആണ്. അറിയാലോ, ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആവശ്യമായ സിലബസ് ആണ്. പക്ഷെ ചോദിക്കുന്നത് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് ഈ വർഷം ലാസ്റ്റിലേക്ക് നമുക്ക് എക്സാം തന്നെ പ്രതീക്ഷിക്കാം. ആ ലെവലിൽ തന്നെ നിങ്ങൾ ആ രീതിയിൽ പ്രിപ്പയർ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പോൾ അറിയാലോ, PSC അസിസ്റ്റന്റ് പ്രൊഫസർ എക്സാം എന്ന് പറയുന്നത് നമ്മളൊരു നെറ്റ് ലെവൽ പോലെ പ്രിപ്പയർ ചെയ്യേണ്ടതല്ല. പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഏറ്റവും ബ്രില്യന്റ് ആയ കുട്ടികൾ പോലും ഇതിൽ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഫാക്ടുകൾ മാത്രം കുട്ടികൾ പഠിച്ചുകൊണ്ട് പോകുന്നുള്ളത്. കാരണം നെറ്റിൽ ഇപ്പൊ അങ്ങനെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ നെറ്റിൽ നമ്മുടെ റിസർച്ച് എബിലിറ്റിയോ അല്ലെങ്കിൽ നമുക്ക് കോൺസെപ്ച്വൽ ക്ലാരിറ്റിയോ ഒന്നും നെറ്റ് പോലുള്ള പരീക്ഷകൾ പലപ്പോഴും ടെസ്റ്റ് ചെയ്തത്. എത്രത്തോളം ഇൻഫർമേഷൻ നമ്മൾ ഇപ്പോൾ ഷേക്സ്പിയറിന്റെ ഉടുപ്പിന്റെ നിറം, അത്തരം കാര്യങ്ങളൊക്കെയായിരുന്നു ഒരു സമയത്തൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് കൊണ്ടിരുന്നത്. അപ്പൊ അത്രയും ട്രിവിയലായ കാര്യങ്ങൾ പോലും നമ്മൾ മനസ്സിലേക്ക് കയറ്റി വെക്കുന്നു. പക്ഷെ അപ്പോഴും കോൺസെപ്ച്വൽ ക്ലാരിറ്റി പലപ്പോഴും നമുക്കത് കിട്ടാറില്ല. മറിച്ച് ഈ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ കോൺസെപ്ച്വൽ ക്ലാരിറ്റിയാണ്. ഇനി ആ ക്ലാരിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല, അത് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നുള്ളത്. അത് പ്രസന്റ് ചെയ്യാൻ നമുക്ക് ഒരു അക്കാഡമിക് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഇംഗ്ലീഷ് പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈ നെറ്റിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ എഴുതി പഠിക്കുന്നില്ല, വായിച്ച് മനസ്സിലാക്കുന്നു, ഫാക്ടുകൾ ഒരുപാട് മനസ്സിലാക്കുന്നുള്ളതാണ്. ഇനി എഴുതുന്നെങ്കിൽ പോലും ചെറിയ പാരഗ്രാഫുകളൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എഴുതുന്നുണ്ടാവും, നോട്ട് ചെയ്ത് വെക്കുന്നുള്ളൂ. അപ്പൊ അവിടെ തന്നെ നമ്മൾ മനസ്സിലാക്കുക, ലോങ് ആൻസേഴ്സ് ആണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ ട്രെയിനിങ് ആവശ്യമാണ്, കൃത്യമായ വൊക്കാബുലറി ആവശ്യമാണ്. നമ്മളൊരു ആർഗ്യുമെന്റ് എടുക്കുന്നു, ആ ആർഗ്യുമെന്റ് എങ്ങനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ അതിന്റെ ടോപ്പിക് സെനൻസ് ചെയ്യണം, ആ ടോപ്പിക് സെനൻസ് എങ്ങനെ അത് ഡെവലപ്പ് ചെയ്യണം, എങ്ങനെ കൺക്ലൂഡ് ചെയ്യണം, അങ്ങനെയുള്ള അനവധി കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമുക്കിവിടെ പൾപിറ്റിലേക്ക് വരികയാണെങ്കിൽ ഓരോ ഓതറിനെ കുറിച്ചും വ്യക്തമായി എങ്ങനെയാണ് ആ ഓതറിനെ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഓതറിനെ ഏത് കോണ്ടെക്സ്റ്റിൽ ചോദിച്ചാൽ ഏതൊക്കെ രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള കൃത്യമായ ടെംപ്ലേറ്റുകൾ പഠിപ്പിച്ചു കൊടുക്കും.
അല്ലാതെ ഒരു യൂണിവേഴ്സൽ ടെംപ്ലേറ്റ് കൊടുക്കില്ല. ജോൺ മിൽട്ടൺ നിങ്ങൾ ഇൻട്രൊഡക്ഷൻ എഴുതും, അങ്ങനെയല്ല. ജോൺ മിൽട്ടനെ സംബന്ധിക്കുന്ന എന്താണോ ചോദിക്കുന്നത് അതിന് നമ്മുടെ 5-6 സാധ്യതകളാണ് അതിന് മുന്നിൽ കണ്ട് നമ്മൾ അത്തരം ടെംപ്ലേറ്റുകൾ കൃത്യമായി കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആ ഓതറുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ വേർഡ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കണം. പിന്നെ സെക്കൻഡ് പാരഗ്രാഫിലേക്ക് നമ്മൾ ടോപ്പിക് സെന്റൻസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഏതൊക്കെ ലിങ്കിങ് വേർബ്സ് ഉപയോഗിക്കണം, കൺക്ലൂഷൻ ഉപയോഗിക്കേണ്ട അഡ്ജക്റ്റീവ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് നമ്മൾ മെത്തഡോളജിക്കലായിട്ട് പഠിക്കേണ്ട കാര്യമാണ്. അല്ലാതെ നമുക്ക് ഒരിക്കലും ജസ്റ്റ് വായിച്ചു പോയി ഇപ്പൊ എല്ലാ കുട്ടികളും ചെയ്യുന്ന വെച്ചാൽ അവർ ടെക്സ്റ്റുകൾ വായിക്കുന്നു, ഒരുപാട് വായിക്കുന്നു. പക്ഷേ വായനയിൽ കാര്യമില്ല. നെറ്റ് വേൾഡ് എക്സാം പോലെ അല്ല, നമ്മളത് എഴുതി തന്നെ എല്ലാ ദിവസവും ഒരു 2 മണിക്കൂർ എഴുതി ശീലിച്ച് മാത്രമേ ഒരു 6 മാസം കഴിയുമ്പോൾ നമ്മളൊരു നല്ല റിസൾട്ടിൽ എത്തിച്ചേരത്തുള്ളൂ. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ആണ് ഇവിടുന്ന് തരുന്നത്. കാരണം ഇവിടെ നിങ്ങൾ കോഴ്സിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ കോഴ്സിന്റെ അവസാനം ആകുമ്പോഴത്തേക്ക് നിങ്ങളൊരു 2000 ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് നിങ്ങളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കും. അത് കൃത്യമായിട്ട് കറക്റ്റ് ചെയ്തിരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ എഴുതുന്ന ഒരു സാധനം അതിന്റെ ഗ്രാമർ മിസ്റ്റേക്കുകൾ എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുകയല്ല, അത് എങ്ങനെ നമുക്കത് കൺസ്ട്രക്ട് ചെയ്യാം, ഈ ആർഗ്യുമെന്റ് ഇങ്ങനെ അല്ലാതെ എങ്ങനെ അൺകൺവെൻഷനൽ ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം ഫ്രണ്ട്ലി ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സാം എന്താ പറയുക, ഈ എക്സാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള വാക്കുകൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഇത്രയും കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ഒരുപക്ഷെ ഹ്യൂമൻലി ഇമ്പോസിബിൾ ആണെന്ന് തോന്നുന്ന അത്രയും സപ്പോർട്ടാണ് ഇവിടുന്ന് തരുന്നത്. അത് മാത്രമല്ല ഡിസ്ക്രിപ്റ്റീവിനെ സംബന്ധിച്ച് നമുക്കൊരു അപ്പർ ഹാൻഡ് ഉള്ള അക്കാഡമിയാണ്. ഹൈക്കോർട്ടിന് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്ത ക്വസ്റ്റ്യൻ 3 എസ്സേ ചോദിക്കും, 2 എഴുതണം. അതിൽ 2 എസ്സേ നമ്മൾ കൊടുത്തത് വിത്തൗട്ട് എനി വേർഡ് ചേഞ്ച് ആ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ നാക്ക് അറിയാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. നമ്മളൊരു നെറ്റ് ബേസ്ഡ് MCQ പിക്ക് ചെയ്യാനല്ല നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതിനോടൊപ്പം ഈ 2000 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്ത് തരിക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. അത് മാത്രമല്ല നമ്മൾ 10 മോഡൽ എക്സാമിനേഷനാണ് പറയുന്നത്. നമ്മൾ പറയുന്നതേ ഉള്ളൂ, അതിൽ കൂടുതൽ തന്നെ എപ്പോഴും അതിൽ കൂടുതൽ മോഡൽ എക്സാംസ് നിങ്ങൾക്ക്, കാരണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ രീതിയിൽ നിങ്ങൾ കോൺഫിഡന്റ് ആവണമല്ലോ. അതോടൊപ്പം തന്നെ ലൈവ് സെഷൻസ്, പിന്നെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് 1 മണിക്കൂർ നീണ്ടിരിക്കുന്ന ക്ലാസ് അല്ല, അതിലും കൂടുതൽ. കാരണം ചില വർക്ക്സ് ഒക്കെ നമുക്ക് അത്രയും കൃത്യമായി ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് നടത്തി അത്രയും ലെങ്തി ആയിട്ടുള്ള ക്ലാസ്സുകൾ തന്നെയാണ്. കാരണം നിങ്ങൾ അത്രത്തോളം ആഴത്തിൽ നമ്മൾ പഠിച്ച് ലിസ്റ്റിൽ വന്നാലും പിന്നെ ക്ലാസ്സിൽ പോയി പഠിപ്പിക്കണമെങ്കിൽ നമുക്ക് ആ നോളജ് വേണ്ടേ. അപ്പൊ അത്രയും ഒരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അല്ലാതെ 1 മണിക്കൂർ ലൈവിൽ നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റുന്ന ക്ലാസ്സുകളല്ല. കോമ്പറ്റീഷൻ. പക്ഷെ ഇപ്പം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വരുന്ന സ്റ്റുഡൻസിനോട് കോമ്പീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ശരിക്കും അത് ഈ ലെവലിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് പോകണം. അതും ആദ്യത്തെ മോഡൽ എക്സാമിന്റെ ആൻസർ ഷീറ്റിൽ മാർക്ക് രേഖപ്പെടുത്തി തിരിച്ചു തന്ന ആദ്യത്തെ ഡിസ്ക്രിപ്റ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ള നമുക്ക് അത്ര കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ ആ മെത്തേഡിലാണ് ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ നിങ്ങളോട് ഏറ്റവും അടുത്ത് പറയാനുള്ള കാര്യം, നിങ്ങൾ ഒരു ഗൈഡും വാങ്ങേണ്ട കാര്യമില്ല. നിങ്ങൾ 1 രൂപ കൊടുത്തും എക്സ്ട്രാ ഒരു ഗൈഡും വാങ്ങേണ്ട കാര്യമില്ല. എൻ്റെ സിലബസ് നിങ്ങൾക്ക് നമ്മുടെ അതത് ക്ലാസ്സിന്റെ അണ്ടറിൽ നോട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലസ് ഞങ്ങൾ ഒരു 650 പേജിൽ നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് കുഞ്ഞൻ നോട്ടാക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ, വായിച്ചു നോക്കാൻ. അത് മതി. സോ ഇതൊരു എൻ്റയർ പാക്കേജ് ആയിട്ടാണ് നമ്മൾ ഫ്രണ്ടിൽ അവതരിപ്പിക്കുന്നത്. പിന്നെ നിലവിലത്തെ ബാച്ചസിന് നമ്മൾ കുറച്ച് സ്ലോ പേസിൽ ഇങ്ങനെ പാമ്പർ ചെയ്ത് കൊണ്ടുപോകായിരുന്നു. April 1 തൊട്ട് റിഗറസ് ആയിട്ടുള്ള ഈവനിങ് ലൈവ് സെഷൻസ്, മോർണിംഗ് ലൈവ് സെഷൻസ്, പിന്നെ നമ്മുടെ തന്നെ കൂടുതൽ ലൈവ് തുടങ്ങി എൻ്റയർലി നമ്മൾ കോഴ്സ് പാക്ക് ചെയ്യുവാണ്. പ്രോപ്പറായിട്ട് പഠിച്ച് 180 ദിവസം കൊണ്ട് നിങ്ങളുടെ എൻ്റയർ സിലബസും കവർ ചെയ്ത് നിങ്ങളുടെ കയ്യിലോട്ട് വെച്ച് തരുന്ന രീതിയിലാണ് കോഴ്സ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. പിന്നെ മെന്റർഷിപ്പ് അല്ലേ സാർ, അത് നിങ്ങൾക്കറിയാം നമ്മൾ അത്ര ഭീകരമായിട്ട് പ്രായം കൂടിയ ഒരു ഗ്രൂപ്പ് ഓഫ് അധ്യാപകരല്ല. ഞങ്ങൾ എല്ലാവരും ഒരു 30 to 40 റേഞ്ചിൽ നിൽക്കുന്ന അധ്യാപകരാണ്. അപ്പൊ നിങ്ങൾക്ക് എപ്പോഴും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന, നിങ്ങളുടെ കൺസേൺസ് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്ന, അറ്റ് ദ സെയിം ടൈം നോളജബിൾ ആയിട്ടുള്ള ഒരു ടീമാണ്. നമ്മുടെ കൂടെ തന്നെ റിട്ടയർഡ് പ്രൊഫസേഴ്സ് ഉണ്ട്. അവരെന്ന് പറഞ്ഞാൽ അവർ പഠിപ്പിക്കുമല്ല കേട്ടോ, ഏതെങ്കിലും ഒരു പോർഷൻ എടുത്തിട്ട് അവർ അതിനെപ്പറ്റി സംസാരിക്കും നിങ്ങളോട്, നിങ്ങളുടെ അക്കാഡമിക് ഗ്യാപ്പ് ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒപ്പം നിങ്ങൾക്ക് ഒരു ബേസിക് ഇന്റർവ്യൂ പ്രപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതും തുടങ്ങിയിട്ടുണ്ട്. പിന്നീട് ഏറ്റവും സ്പെഷ്യാലിറ്റി ആയിട്ട് പറയുന്നത് ഈ 20-ാം തീയതി തൊട്ട് 24-ാം തീയതി വരെ നമ്മൾ നടത്തുന്ന യൂട്യൂബ് ഫ്രീ ക്ലാസ്സിനെ പറ്റിയാണ് അല്ലേ സാർ? അതെ. ഈ യൂട്യൂബ് ഫ്രീ ക്ലാസ്സിൽ നമ്മൾ ഈ പോർഷൻസുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. പിന്നെ ഈ ക്ലാസിന്റെ വെളിച്ചത്തിൽ നമ്മളൊരു ടെസ്റ്റ് പേപ്പർ തൊട്ടടുത്ത ദിവസം നടത്തുന്നുണ്ട്. അതില് ആദ്യം വരുന്ന കുട്ടിക്ക്, അതായത് 20 തൊട്ട് 24-ാം തീയതി വരെ നമ്മുടെ എല്ലാ അധ്യാപകരെയും ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ കോഴ്സ് എടുത്താൽ മതി. അപ്പം നമ്മുടെ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കാണും, അതിലേക്ക് ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 4 ദിവസത്തെയും ക്ലാസ്, 4 തൊട്ട് 5 ദിവസത്തെ ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും.
നമ്മുടെ ലിംഗ്വിസ്റ്റിക്സ് ഉൾപ്പെടെ, പിന്നെ ലിംഗ്വിസ്റ്റിക്സ്, കൾച്ചറൽ സ്റ്റഡീസ്, ക്രിറ്റിസിസം നമ്മുടെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന കാര്യമാണ്. ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സ് പറഞ്ഞുതരാൻ അരുന്ധതി മിസ് ഉണ്ട്. കൾച്ചറൽ സ്റ്റഡീസും ക്രിറ്റിസിസവും നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. ഒറിജിനൽ എസ്സേ വരെയാണ് എടുത്തിട്ട് ക്ലാസ് പോകുന്നത്. ഇപ്പം കൾച്ചറൽ സ്റ്റഡീസിലൊക്കെ ചിലപ്പോൾ ഒരു ടേം എന്തോ ആന്റി എൻലൈറ്റ്മെന്റ് അങ്ങനെ ചോദിക്കുന്നത്, അത് ചുമ്മാ പറഞ്ഞു പോയിട്ടുണ്ടാവത്തേ ഉള്ളൂ. അപ്പൊ അതിന് നമ്മൾ കൃത്യമായിട്ട് ഇന്നതാണ് ഈ കാര്യം എന്ന് നമ്മളായിട്ട് തന്നെ പറഞ്ഞു തരുന്നു. നമ്മുടെ നോട്ടുണ്ട്. സോ ഈ 4 അല്ലെങ്കിൽ 5 ദിവസത്തെ യൂട്യൂബ് സെഷൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുമായിട്ട് ബേസ് ചെയ്ത ഒരു എക്സാം കാണും. 100 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ ആണ്. അതിന്റെ ആൻസർ കീ ഡിസ്കഷൻ നമ്മുടെ മെന്റർ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇപ്പൊ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. അതിൽ ആദ്യം വരുന്ന കുട്ടിക്ക് നമ്മുടെ ഈ വലിയ കോഴ്സ് എക്സ്ക്ലൂസീവ് ആയിട്ട് ഫ്രീ ആയിട്ടാണ് നമ്മൾ തരുന്നത്. അതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. അതെ, ഫസ്റ്റ് വരുന്ന ആൾക്ക് കോഴ്സ് എൻറ്റയർലി ഫ്രീ. താഴോട്ടുള്ളവർക്ക് നിങ്ങളുടെ പെർസെന്റേജ് മാർക്ക് വെച്ചിട്ട് ഫീ വേവിയറും നമ്മൾ തരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വിശ്വസിച്ച് നമ്മുടെ അടുത്തേക്ക് വരാം. പിന്നീട് PhD ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിർബന്ധമായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസറിന് നിങ്ങൾ പഠിച്ചു തുടങ്ങണം. കാര്യം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൊമോഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാൻ. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ബാച്ചുകളിൽ അനവധി റിസർച്ച് സ്കോളേഴ്സ് നമുക്ക് ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആൾക്കാരുണ്ട്. അവരൊക്കെയും ഇത് ബാലൻസ് ചെയ്ത് തന്നെ പോകുന്നത്. പിന്നെ 50 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നെറ്റ് ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ എക്സാമിന് നിങ്ങളുടെ എല്ലാ ത്രസ്റ്റും കൊടുത്ത് പഠിക്കണം. പിന്നെ വേക്കൻസീസ് ഇല്ല എന്നുള്ളതാണ് അടുത്തൊരു പ്രധാന പ്രശ്നം. അതിപ്പം തൽക്കാലത്തേക്കിനല്ലേ സാർ, ഇപ്പൊ ഒരു 10 അഡീഷണൽ വേക്കൻസി കൂടെ വന്നിട്ട് 20ഓളം നിയമനങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് നടന്നു. അത് ഏറ്റവും ദുരിത കാലഘട്ടത്തിലാണ്. ഇനി ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ല. നമുക്കൊരു 50-55 നിയമനങ്ങൾ നിർബന്ധമായിട്ടും കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു പോസ്റ്റിലേക്കാണ്. പിന്നെ അറിയാലോ, ഇനിയിപ്പം മറ്റ് മേർജിംഗ് ഒക്കെ വരുവാണെങ്കിൽ ഇതായിരിക്കും കോൺട്രാക്ട് ഇല്ലാത്ത അവസാനത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കോൺട്രാക്ട് ബേസിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റൂ. പിന്നെ സാറേ, ലൈവ് സെഷൻസിലൊക്കെ അവരുടെ പാർട്ടിസിപ്പേഷനും കാര്യങ്ങളും ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കുട്ടികളാണ് ആദ്യത്തെ ബാച്ച്. അതെ, എല്ലാ ബാച്ചിലും നമ്മളിപ്പോ അറിയാലോ, ഇനിമോട്ട് നിങ്ങളുടെ ഈ ബാച്ചിൽ പോലും നമ്മൾ ഏർലി മോർണിംഗ് ലൈവ്, അതായത് രാവിലെ 5 മണി 5:30 പോലും, ഇപ്പൊ 5:30 എഴുന്നേറ്റ് പഠിക്കുന്ന നിങ്ങളെ ആ രീതിയിൽ തയ്യാറെടുപ്പിക്കുകയാണ്. അപ്പോഴേ നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിലാണ് രാവിലെ 5 മണിക്കും 5:30 വരെ നമ്മൾ ലൈവ് തരുന്നത്. മനസ്സിലായില്ലേ? മാത്രമല്ല എല്ലാ കുട്ടികളും 100% നല്ല പാർട്ടിസിപ്പേഷനോട് കൂടി തന്നെയാണ് കുട്ടികൾ മുന്നോട്ട് പോകുന്നത്. HSST ഒക്കെ നമുക്ക് 100 കുട്ടികൾ വരെ മോർണിംഗ് ലൈവിൽ ഇരിക്കാറുണ്ട്. ലൈവിന്റെ ഈവൻ റെക്കോർഡിംഗ് നിങ്ങൾക്ക് പിന്നീട് അവൈലബിൾ ആവുകയും ചെയ്യും. സോ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. 180 ഡേയ്സത്തെ സ്റ്റഡി പ്ലാനോട് കൂടി നമ്മൾ മാർച്ച് 25-ന് പുതിയ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. മാർച്ച് 20 തൊട്ട് 25 വരെ നമ്മുടെ ഫ്രീ ക്ലാസ്സുകളുണ്ട്. മെന്റർഷിപ്പ് ബാച്ചാണ്. നിങ്ങൾ താഴെ കാണുന്ന ലിങ്ക് വഴി ജോയിൻ ചെയ്യാം. പ്രോപ്പർ ആയിട്ട് പഠിച്ചു തുടങ്ങാം. നമ്മുടെ കേരള PSCയുടെ ക്രാഷ് ബാച്ച് ഓപ്പൺ ആണ്. ഒരുപാട് സ്വപ്നങ്ങളെ ഉള്ളിൽ കൊണ്ട് നടന്ന് അല്ലെ, കോളേജുകളിലൂടെ നടന്ന് നീങ്ങിയവരാണ് നാം. ആ സമയത്ത് സ്ട്രഗിൾ ചെയ്ത് നെറ്റ് എഴുതിയെടുത്തവരാണ്. ആ സർട്ടിഫിക്കറ്റിന്റെ ഒക്കെ വില നമുക്ക് ശരിക്കും പ്രൂവ് ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ അലുമാരിയിൽ ഒതുക്കി വെക്കാനുള്ളതല്ല സ്വപ്നങ്ങൾ. പ്രോപ്പറായിട്ട് പഠിക്കാൻ പ്രോപ്പർ മെന്റർഷിപ്പില് ഞങ്ങൾ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. അത് നമ്മുടെ കോഴ്സിന്റെ ഫീസ് ഒത്തിരി ഡൗൺ ചെയ്ത്. സോ എൻക്വയറിക്ക് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. സോ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.